ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 14-ാമത്തെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തന ധ്യാനത്തിലേക്ക് വീണ്ടും എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോക്കാം. സങ്കീർത്തനം 14. 14-ാമത്തെ സങ്കീർത്തനം ബൈബിളിലെ ഒരു ചെറിയ സങ്കീർത്തനമാണ്. ഇതിൽ ആകെ 7 വാക്യങ്ങളാണ് ഉള്ളത്. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ തലക്കെട്ടിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ നിന്നും ഇതിൻ്റെ എഴുത്തുകാരൻ ആരെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 14-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണ്. 14-ാം സങ്കീർത്തനം എഴുതുവാനുള്ള പശ്ചാത്തലമാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത്. 14-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തെപ്പറ്റി വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങളും ഉണ്ട്. ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ സങ്കീർത്തനം എഴുതിയ വ്യക്തി ബാബേൽ പ്രവാസത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണെന്നും ഇതിൻ്റെ സന്ദർഭം നോക്കിയാൽ ദാനിയേലാണ് ഇതിൻ്റെ എഴുത്തുകാരനെന്നും അഭിപ്രായപ്പെടുന്നു. മാത്രമല്ല, ഈ സങ്കീർത്തനം മനുഷ്യവർഗത്തിൻ്റെ വീഴ്ചയുടെയും തന്മൂലം തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ വെളിപ്പെട്ട ദൈവത്തിൻ്റെ മറുപടിയുടെയും വിവരണമെന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ദൈവമല്ലാത്ത മനുഷ്യൻ്റെ അധപ്പതനാവസ്ഥയെ ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ ആദ്യ വാക്യങ്ങൾ റോമാലേഖനം 3-ാം അധ്യായത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. യഹൂദനും ജാതിയും ഒരുപോലെ പാപത്തിൽ നിബന്ധിച്ച് ജീവിതത്തിൽ ദൈവമില്ലാത്തവരായി തീർന്നതായി ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ ശീർഷകത്തിൽ ദാവീദ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെന്നും മാത്രമല്ല ദാവീദിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സാഹചര്യമാണ് ഇതിൻ്റെ പശ്ചാത്തലമെന്നും വിശ്വസിക്കുന്നതാവും ഉചിതം. ഇനി നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം. 7 വാക്യങ്ങളുള്ള 14-ാം സങ്കീർത്തനത്തെ നമുക്ക് 5 ഭാഗങ്ങളായി വിഭജിക്കുവാൻ സാധിക്കും. ഇതിൻ്റെ 1-2 വാക്യങ്ങളിൽ ദൈവമില്ലാത്തവൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ പ്രവൃത്തിയും രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-4 വാക്യങ്ങളിൽ ദൈവദൃഷ്ടിയിൽ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 5-ാം വാക്യം മൂഢൻ്റെ ഭയം. 6-ാം വാക്യം നീതിമാൻ്റെ ആശ്രയം. 7-ാം വാക്യം നീതിമാൻ്റെ രക്ഷയ്ക്കായുള്ള പ്രാർത്ഥന. ഇനി ഓരോ വാക്യങ്ങളും വിശദമായി നമുക്ക് നോക്കാം. 14-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ഇവിടെ മൂഢൻ്റെ ഹൃദയ വിചാരം ദൈവം ഇല്ല എന്നാണ്. എന്നാൽ പ്രപഞ്ചം പോലും ദൈവമുണ്ടെന്ന് സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് 19-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ദൈവമില്ലെന്ന് മൂഢൻ പറയാൻ കാരണം? തിരുവചനപ്രകാരം മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ് മൂഢൻ ദൈവമില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവമില്ല എന്ന് പറയുന്നവർ ആരാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട്. ഇങ്ങനെ ദൈവമില്ല എന്ന് പറയുന്ന മൂഢൻ്റെ ഒപ്പം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരുവനും ദൈവമില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. 2-ാം വാക്യത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ
യഹോവ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇവിടെ ദൈവം അന്വേഷിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരെ വേദപുസ്തകം പറയുന്നത് ബുദ്ധിമാൻ എന്നാണ്. ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസമില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവനെ ബൈബിൾ ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നു. സദൃശവാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും എന്നാണ്. ഇവിടെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കുമ്പോൾ 3-ാം വാക്യം പറയുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. 4-ാം വാക്യം, നീതികേട് പ്രവർത്തിക്കുന്നവർ ആരും അറിയുന്നില്ലയോ? അപ്പം തിന്നുന്നത് പോലെ അവർ എൻ്റെ ജനത്തെ തിന്നുകളയുന്നു, യഹോവയോട് അവർ പ്രാർത്ഥിക്കുന്നില്ല. അപ്പോൾ ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ എല്ലാവരും വഴിതെറ്റിയതായി കാണുന്നു. പാപത്തിൻ്റെ ഭീകരമായ അവസ്ഥയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന തിരുവചന ഭാഗം ഇതിനോട് ഒക്കുന്നു. പാപസ്വഭാവവും പാപപ്രവൃത്തിയും ലോകത്തെ വിഴുങ്ങിയതായി വേദപുസ്തകം പ്രസ്താവിക്കുന്നു. ഇതിൻ്റെ നടുവിൽ തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ ദൈവം തിരിയുന്നതായി ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നു. ദൈവമില്ലെന്ന് മൂഢൻ പറയുമ്പോൾ തന്നെ ദൈവം എവിടെ ഉണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിന് 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ അവിടെ അത്യന്തം ഭയപ്പെട്ടു, യഹോവ നീതിമാന്മാരുടെ തലമുറയിൽ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നീതിമാൻ ഭയപ്പെടാതെ എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകാൻ കാരണം അവൻ്റെ തലമുറയിൽ ദൈവം ഉള്ളതുകൊണ്ടാണ്. അബ്രഹാം നീതിമാനായിരുന്നു, അതുകൊണ്ട് അവൻ്റെ തലമുറയായ ഇസഹാക്ക് ദൈവത്തെ സ്നേഹിച്ചു. മാത്രമല്ല, ഇസഹാക്കിൻ്റെ തലമുറയായ യാക്കോവും ദൈവത്തെ സേവിച്ചതും സ്നേഹിച്ചതുമായി നാം വചനത്തിൽ വായിക്കുന്നു. ഇനി 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ദരിദ്രൻ്റെ ആലോചനയ്ക്ക് ഭംഗം വരുത്തുന്നു, എന്നാൽ യഹോവ അവൻ്റെ സങ്കേതമാകുന്നു. ഇവിടെ മൂഢൻ എളിയവനെ പീഡിപ്പിക്കുമ്പോൾ ദൈവമാണ് അവൻ്റെ ആശ്രയം. ഇങ്ങനെ ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ ആ സ്ഥിതി തുടരാൻ അനുവദിക്കാതെ അതിന് ഭേദം വരുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്. സിയോനിൽ നിന്നും ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവം സ്ഥിതി മാറ്റുന്ന ദൈവമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനായ ദാവീദ് സ്ഥിതി മാറിയവനാണ്. കാനനത്തിൽ ആട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവം കൊട്ടാരത്തിൽ രാജാവാക്കിയപ്പോൾ അവൻ്റെ സ്ഥിതി മാറ്റുകയായിരുന്നു. വേദപുസ്തകം സ്ഥിതി മാറ്റിയവരുടെ ചരിത്രമാണ് പ്രസ്താവിക്കുന്നത്. സ്ഥിതി മാറ്റിയ ഒരാളുടെ ചരിത്രം നമുക്ക് ചിന്തിക്കാം. 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ നാം യോനാഥാൻ്റെ മകനായ മെഫീബോശത്തിനെ കാണുന്നു. 2 കാലും മുടന്തനായ, ആരാലും സഹായിക്കാനില്ലാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട മെഫീബോശത്ത് താൻ തന്നെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ചത്ത നായെപ്പോലെ താനായിരിക്കുന്നു എന്നാണ് തൻ്റെ അവസ്ഥയെക്കുറിച്ച് മെഫീബോശത്ത് പറയുന്നത്. ഇങ്ങനെ ഈ സ്ഥിതിയിലിരിക്കുന്ന മെഫീബോശത്തിനെ ദൈവം കടാക്ഷിച്ചപ്പോൾ ദാവീദ് അവനെ കണ്ടെത്തി അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയതായി കാണുന്നു. ചത്ത നായെപ്പോലെ ആയിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന മെഫീബോശത്തിനെ രാജാവിൻ്റെ മേശയെങ്കിൽ നിന്നും രാജകുമാരന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കത്തക്ക രീതിയിൽ ദൈവം അവൻ്റെ സ്ഥിതി മാറ്റിയതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖത്തിലും നിരാശയിലും വേദനയിലും സങ്കടത്തിലുമായിരിക്കുന്ന ദൈവ പൈതലിൻ്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും സ്ഥിതി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു വ്യത്യാസം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്റെ സ്ഥിതി മാറ്റുവാൻ ശക്തനാണെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതയാത്ര തുടരുവാൻ
ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ദയവായി സങ്കീർത്തനം മുഴുവനായി കേൾക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ബലമായി തീരട്ടെ. അടുത്ത സങ്കീർത്തനവുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.